ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള ശൈലികളെന്ന പേരിൽ സ്വരാക്ഷരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വ്യഞ്ജനാക്ഷരങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലയാളത്തിലുള്ള ശൈലികൾ നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ളതാണല്ലേ. എന്നാൽ പരീക്ഷകൾക്ക് ചോദിക്കുന്ന തരത്തിലാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കുന്നത്. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളിലും ശൈലികളില്ല. ഉള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരം ക. കക്കി പറയുക, വിക്കി സംസാരിക്കുക. കച്ച കെട്ടുക, തയ്യാറാക്കുക. കഞ്ഞി ഒഴിക്കുക, തോൽപ്പിക്കുക. കടക്കൊള്ളി ഉന്തുക, പാചകവൃത്തി കൈക്കൊള്ളുക. കടന്നകൈ, അതിരു കവിഞ്ഞ പ്രവൃത്തി. കടയ്ക്കൽ നനച്ച് തലയ്ക്കൽ പൊടിക്കൂ. നന്നാക്കാനുള്ള ശ്രമങ്ങൾ ചുവട് മുറുക്കുക തന്നെ വേണം. കടലാസിൽ കഞ്ഞിവെള്ളം, എഴുത്തുവേല കൊണ്ട് ഉപജീവിക്കുക. കടവ് പിടിക്കുക, നിശ്ചിത സ്ഥലത്തെത്തുക. കടുകടുക്ക, കഠിനമായി ദേഷ്യപ്പെടുക. കണ്ണം ചിരട്ട കയ്യിൽ പിടിച്ചു നടക്കുക, യാചിക്കുക. കണ്ണിൽ മണ്ണിടുക, വഞ്ചിക്കുക. കണ്ണിൽ പൊടിയിടുക, മയക്കുക അല്ലെങ്കിൽ കബളിപ്പിക്കുക. കണ്ടം കെട്ടിപ്പറയുക, കാഴ്ചയ്ക്ക് ന്യായമായി സംസാരിക്കുക. കരണം മറിയുക, അതിസാഹസം പ്രവർത്തിക്കുക. കറുകപ്പുല്ല് ചൂടിക്കുക, അപമാനിക്കുക. കഴുകന് മൂക്ക് വിയർക്കുക, ആരും പറയാതെ കാര്യം മനസ്സിലാക്കുക. കിണഞ്ഞു നോക്കുക, സൂക്ഷ്മമായി പരിശോധിക്കുക. കിണഞ്ഞ് പണിയുക, ബുദ്ധിമുട്ടി പ്രവർത്തിക്കുക. കുഴിക്ക് കാല് നീട്ടുക, മരിക്കാറാവുക. കുഴി തോണ്ടുക, രഹസ്യമായി നാശമുണ്ടാക്കുക. കുഴിയിൽ വീഴുക, ദുർമാർഗത്തിൽപ്പെടുക. കൂപമണ്ടൂകം, ലോകപരിജ്ഞാനമില്ലാത്ത ആത്മജ്ഞൻ. കേളി കൊട്ടുക, പരസ്യപ്പെടുത്തുക. കൈ പകരുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലാവുക. കൈ പതറുക, കൈ തെറ്റുക. കൊടി കുത്തിക്കുക, തോൽപ്പിക്കുക. കൊന്തി നടക്കുക, അഹങ്കരിച്ച് നടക്കുക. കൊമ്പിൽ കയറുക, ഗൗരവം ഭാവിക്കുക. കേമദ്രുമയോഗം, വലിയ ദൗർഭാഗ്യം. കടലാസുപുലി, വെറുതെ പേടിപ്പിക്കുക. കായംകുളംവാൾ, രണ്ടു വശത്തും ചേരുന്നവൻ. കണ്ണീരും കൈയും, അതിരറ്റ ദുഃഖം. കാർക്കോടക നയം, രക്ഷിച്ചവനെ ദ്രോഹിക്കുന്ന നയം. അടുത്ത് ഗ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും. വലിയ നിലയിലുള്ളവരും നിവർത്തിയില്ലാതെ വരുമ്പോൾ അഭിമാനം വിട്ട് പ്രവർത്തിക്കും. ഗുളിക ചുരുക്കം, രത്നച്ചുരുക്കം. ഗളഹസ്തം ചെയ്യുക, പുറത്താക്കുക. ഗ്രന്ഥകീടം, ധാരാളം പുസ്തകം വായിക്കുന്നവൻ. ഗോപി തൊടുക, ലക്ഷ്യം പിഴയ്ക്കുക. അടുത്ത് ഗ. ഘനം കൂട്ടുക, ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഘണ്ടാരവം, മണിനാദം. ഘനപാടി, വലിയ വൈദികൻ. അടുത്തത് ച. ചക്ക് കാട്ടുക, നിന്നാസൂചകമായി കൈമുട്ട് മടക്കി കാണിക്കുക. ചക്രം തിരിയുക, വിഷമിക്കുക. ചങ്കിടി പാടുക, ഏറ്റുപാടുക. ചതുർത്ഥി കാണിക്കുക, കാണാൻ തീരെ സന്തോഷമില്ലാത്തതിനെ കാണുക. ചാണക്യതന്ത്രം, കപടതന്ത്രം. ചായം തെളിയുക, രഹസ്യം പുറത്താക്കുക. ചാറ് പിഴിയുക, ബുദ്ധിമുട്ടിക്കുക. ചാവൂല, മരണക്കുറി. ചിരട്ടത്തി കാണിക്കുക, ഇളക്കി വിടുക. ചിറകുമുളയ്ക്കുക, സ്വയം രക്ഷിക്കാനുള്ള ശക്തി സമ്പാദിക്കുക. ചുമലിലിരുന്ന് ചിവി തിന്നുക, അടുത്തിരുന്ന് ചതിക്കുക. ചെണ്ട പിണയുക, അബദ്ധം പറ്റുക. അടുത്തതായി ജ നക്ഷരം. ജലപിശാച്, ഐത്താചാരത്തിൽ നിർബന്ധമുള്ളവൻ. ജാമ്പവാന്റെ ചാട്ടം പോലെ, ആവശ്യത്തിൽ കവിഞ്ഞ സാമർഥ്യം കാണിക്കുക. ജിഹ്വാ ചാബല്യം, അമിത ഭാഷണം. ജ്ഞാനദൃഷ്ടി, ദിവ്യദൃഷ്ടി. അടുത്ത ഛങ്കാരം, ഉറച്ച ശബ്ദം. അടുത്തത് ഞാണിന്മേൽ കളി, പിടികൊടുക്കാതെയുള്ള അഭ്യാസം. അടുത്ത് ഢോളായമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് തകിടം മറിച്ചിൽ, കുഴപ്പമുണ്ടാക്കുന്നത്. തകൃതി പറയുക, പൊങ്ങച്ചം പറയുക. തക്കിടി കൊണ്ട് കഴിക്കുക, കൗശലം കൊണ്ട് കഴിഞ്ഞുകൂടുക. തടത്തിൽ വീഴുക, ഉദ്ദേശിച്ചതുപോലെ ഫലിക്കുക. തണ്ടിലേറ്റുക, ഉയർന്ന നിലയിലാക്കുക. തഴുകിപ്പറയുക, പരാമർശിച്ചുകൊണ്ട് പറയുക. താളത്തിലാവുക, അമാന്തത്തിലാവുക.
തിരണ്ടു വരിക, വർദ്ധിച്ചു വരിക. തുരുമ്പിനെ തൂണാക്കുക, ചെറുതിനെ വലുതാക്കുക. അടുത്തതാ ദുര്യോധന സ്വർഗം, അല്പകാലം നിലനിൽക്കുന്നത്. അടുത്തതാ ധൃതരാഷ്ട്രാലിംഗനം, ഉള്ളിൽ പകവച്ച സ്നേഹപ്രകടനം. ധനാശി പാടുക, അവസാനിപ്പിക്കുക. നാരകത്തിൽ കയറ്റുക, പുകഴ്ത്തി അപകടത്തിലാക്കുക. നാക്കുണ്ടെങ്കിൽ തൂക്കുകയില്ല, വാക്സാമർത്ഥ്യമുള്ളവർക്ക് എവിടെയും രക്ഷയുണ്ട്. നാന്ദി കുറിക്കുക, ആരംഭിക്കുക. അടുത്ത പുളിശ്ശേരി കുടിപ്പിക്കുക, വിഷമിപ്പിക്കുക. പടയിലെ കുട, നിസാര കാര്യം. പടം കാട്ടുക, പറഞ്ഞു ചതിക്കുക. 10ാം നമ്പർ, വളരെ മോശമായത്. 10ാം വകുപ്പ്, കേട്ടുകേൾവിയില്ലാത്തത്. പുലിപ്പാല്, വൈഷമ്യമുള്ള കാര്യം. 11ാം മണിക്കൂർ, അവസാന സമയം. അടുത്ത നമുക്ക് ഭ പഠിക്കാം. ഭഗീരഥ പ്രയത്നം, സ്വോദ്ദേശ്യമായ കഠിന പ്രയത്നം. ഭരതവാക്യം ചൊല്ലുക, അവസാനിപ്പിക്കുക. മുയൽ കൊമ്പ്, ഇല്ലാത്ത വസ്തു. മല പോലെ വന്നത് എലി പോലെ പോയി. ഭയാനകമായി പ്രതീക്ഷിച്ചത് നിസ്സാരമായി ഒഴിഞ്ഞു. മുള്ളു പിടിക്കലും മുറുക്കനെ പിടിക്കണം. ആത്മാർത്ഥതയോടെ ചെയ്യുക. മുട്ടുശാന്തി, താൽക്കാലിക പരിഹാരം. രാഹുകാലം, അമംഗളവേള. വിനാശകാലെ വിപരീത ബുദ്ധി, അനിഷ്ടകാലത്ത് ബുദ്ധി വിപരീതമായി തീരുന്നു. വനരോധനം, ഫലമില്ലാത്ത അപേക്ഷ. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. ശതകം ചൊല്ലിക്കുക, വിഷമിപ്പിക്കുക. സുഗ്രീവാജ്ഞ, നീക്കുപോക്കില്ലാത്തത്. സിംഹാവലോകനം, ആകെ കൂടി നോക്കുക. കൂട്ടുകാരെ, വ്യഞ്ജനാക്ഷരങ്ങളിൽ ഇനിയും ഒരുപാട് ശൈലികളുണ്ട്. ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി കൂടുതൽ വേണമെന്നുള്ളവർ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇനി നിങ്ങൾക്കിതിൽ അധികമായിട്ട് അറിയാവുന്ന ശൈലികളുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.